തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഹൃദ്രോഗിയായ ഒരു ഗൃഹനാഥൻ മരിച്ചു. ഒരു കുടുംബം അനാഥമായി. ഈ വാർത്ത അതിന്റെ അലയൊലികൾ അടങ്ങുന്ന ലക്ഷണമില്ല. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും മെഡിക്കൽ കോളേജിലെ ചികിത്സ കൊണ്ട് ജീവിതത്തിലേക്ക് അസുഖം ഭേദമായി തിരിച്ചു വന്നവർ ഉണ്ടാകാം. ആ വാർത്തയിലെ സത്യം എന്താണ്? അത് തിരയും മുൻപ് ഇന്ന് ഈ ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു വരൂ. മൂക്കിലും മൂത്രനാളിയിലും വരെ ട്യൂബുകളും ഇട്ട് മിനിമം 6 പേരെങ്കിലും ഒരു ബെഡിന് പുറത്തും അടിയിലും കാൽക്കലും തലക്കലുമായി അടിപിടി കൂടി കിടക്കുന്നുണ്ടാവും. ഒരു ബെഡിന് വേണ്ടി മിനിമം 6 അവകാശികൾ. അങ്ങനെ ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ്? രോഗികൾ ദിനംപ്രതി പെരുകുന്നത് കൊണ്ട്. കെട്ടിടങ്ങളും കിടക്കകളും മറ്റ് സൗകര്യങ്ങളും ആനുപാതികമായി കൂട്ടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട്. വേണു പറഞ്ഞു, ജീവിതത്തിലെ നരകക്കുഴിയാണിവിടം. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്റെ വോയിസ് പുറത്തുവിട്ട് ഇത് ലോകത്തെ അറിയിക്കണമെന്ന്. പ്രിയപ്പെട്ട ആ ഓട്ടോ തൊഴിലാളിയുടെ മരണമൊഴിയായിരുന്നു അത്. 5 ദിവസം കാത്തുകിടന്നു വേണു. പിന്നെ ജീവിതത്തോടും ഇവിടെയൊക്കെ ഏതൊക്കെയോ ചാൻസിൽ കയറി ഓരോ സ്ഥലത്ത് ഇരിക്കാൻ അവസരം കിട്ടിയവരുടെ പ്രോട്ടോകോളിനോടും കലഹിച്ച് ബൈ പറഞ്ഞ് പിണങ്ങിപ്പോയി വേണു. അതേ അവസ്ഥ വേണുവിന് മാത്രമാണോ അവിടെ? ഒരു സർവേ നടത്തി നോക്കിയാലോ? വേണുവിന് സമാനമായി സമാന്തരമായി ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ പ്രോട്ടോകോൾ ഇറക്കിവിടാൻ ചാൻസ് ഉള്ളവർ ഇന്ന് ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടോ? അവരുടെ വേവലാതികൾ അത് കേൾക്കാൻ, അതിന് മറുപടി കൊടുക്കാൻ യൂണിഫോം ഇട്ടവർക്ക് കഴിയുന്നുണ്ടോ? എന്താ എനിക്ക് ചികിത്സ തരാത്തെ? 5 ദിവസമായില്ലേ ഞാനിവിടെ വന്നിട്ട്? 5 ദിനങ്ങൾ കഴിഞ്ഞല്ലോ. എനിക്ക് 2 പെൺപിള്ളേരാണ് സാറേ. ഞാൻ ഓട്ടോ ഓടിയാണ് അവരെ നോക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഞാനില്ലാതെ പറ്റില്ല ജീവിക്കാൻ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ സാറേ. വേണു മരണത്തിന് മുമ്പ് അവിടെ കിടന്ന് വിലപിച്ചില്ലേ? ഇന്ന് വേണുവില്ലാത്ത വീട്ടിലിരുന്ന് വേണുവിനെ രക്ഷിക്കാൻ നിർബന്ധിച്ച ആംബുലൻസിൽ കയറ്റി അങ്ങ് ചവറ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച വേണുവിന്റെ ഭാര്യയുണ്ട്. അവർ ഇന്ന് ഇരുൾ വീണ ജീവിതത്തിൽ ചവിട്ടി നിന്ന് കരയുകയാണ്. അതിനെല്ലാം കൂടി പരിഹാരമാണോ മാധ്യമങ്ങളോട് മരണത്തെ ന്യായീകരിച്ച അധികാരിയുടെ ധാർഷ്ട്യം നിറഞ്ഞ ആ വാക്കുകൾ? അത് നിങ്ങൾ കേട്ടില്ലേ? ഇത് മെഡിക്കൽ എത്തിക്സ് ആണോ? ആ പറഞ്ഞ പ്രോട്ടോകോളുകൾ? മനുഷ്യർ മരിക്കുന്നതിലും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാണത്രേ. വരുന്നവരിൽ എല്ലാവരും സുഖമായി പോയി എന്ന് വരില്ലത്രേ. സുഖമായി പോയാലും വീട്ടിൽ പോയി ചിലരൊക്കെ മരിക്കുമത്രേ. അതിന്റെ ശതമാനങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാൽ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട വിധവയായ സഹോദരിക്ക് ആശ്വാസമാകുമോ സാറേ? ജീവിച്ച് കൊതി തീരാത്ത വേണുവിന്, നിങ്ങളുടെ പ്രോട്ടോകോൾ കൊന്ന വേണുവിന് ഇതൊക്കെ മറുപടിയാണോ?